ഹായ് ഹലോ വ്യൂവേഴ്സ്, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് സിക്സാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പം ഈ ചെയിൻ സ്റ്റിച്ച് പഠിച്ചില്ലായിരുന്നു മുന്നേ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് നമുക്ക് 2 ലൈൻ വരയ്ക്കണം. എല്ലാത്തിനും നമ്മൾ ഓരോ ലൈനാണ് വരച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇതിന് നമുക്ക് 2 ലൈൻ വരയ്ക്കണം. 2 ലൈൻ വരച്ച ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നേരെ ഒറ്റ ലൈനിലാണ് വരയ്ക്കുന്നത്. ഇത് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുപോലെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. സൂചി അടിയിൽ നിന്ന് എടുത്ത ശേഷം അവിടെ തന്നെ കുത്തി അപ്പുറത്തെ ലൈനിൻ്റെ ചരിച്ച ഭാഗത്ത് എടുക്കാനുള്ളത് നോക്കണം കേട്ടോ. കണ്ടോ, അതുപോലെ ചരിച്ച രീതിയിൽ സൂചി കുത്തി എടുക്കണം. എന്നിട്ട് അത് വലിച്ചു പിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നൂല് അടിഭാഗത്ത് വരണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ വലിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് താഴോട്ട് സൂചി കുത്തി ഇറക്കുക. അടുത്ത് ലൈനിൽ തന്നെ കുറച്ച് കുത്തി ഇറക്കിയ ശേഷം അടുത്ത സൂചി എടുക്കുമ്പോഴത്തേക്കും ആദ്യം ചെയിൻ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലായിരുന്നു, അതിൻ്റെ അകത്തൂടെ വേണം ചെയിൻ സ്റ്റിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനൊന്നും കാണാൻ പറ്റില്ല, സോറി, എൻ്റെ മിസ്റ്റേക്കാണ്, വീഡിയോ എടുത്തപ്പോൾ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇതിലോട്ട് നോക്കുമ്പോഴത്തേക്കും കണ്ടാൽ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പിന്നും അകത്ത് തന്നെ കുത്തിയിട്ടാണ് സൂചി സെക്കൻഡ് ലൈനിൻ്റെ സൈഡിൽ എടുക്കുന്നത്. നോക്കിക്കോണേ, ഇതുപോലെ ആവർത്തിച്ചാണ് ചെയ്യാനുള്ളത്. ഇത് കണക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ആ വീഡിയോയിൽ എങ്ങനെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മറക്കരുത്, ചെയിൻ സ്റ്റിച്ച് പോലെയാണ് ചെയ്യാൻ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരാൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു.